കുട്ടികളെ ഫൈനാൻഷ്യലി ഇന്റലിജന്റ് ആക്കാനുള്ള 3 പോയിന്റ് നമ്മൾ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ അടുത്ത 3 പോയിന്റാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ 4ാമത്തെ പോയിന്റ് മറ്റുള്ള കുട്ടികളുമായി സ്വയം കമ്പയർ ചെയ്യരുത് എന്ന് അവരെ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. കാരണം ഓരോരുത്തരെയും പടച്ചവൻ പരീക്ഷിക്കുന്നത് വ്യത്യസ്തമായ രീതിയിലാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ കഴിവിനനുസരിച്ചാണ് നമ്മൾ ഓരോന്നും വാങ്ങുന്നത്, അല്ലാതെ മറ്റുള്ളവർ എന്ത് വാങ്ങി എന്നത് നോക്കിയിട്ടല്ല. ഈ ഒരു കാര്യം കുട്ടികളെ ട്രെയിൻ ചെയ്യിപ്പിക്കാനായിട്ട് നമ്മളെക്കാൾ ചെറിയവരിലേക്ക് നോക്കുക എന്ന നബിയുടെ ഹദീസ് പ്രാവർത്തികമാക്കിയാൽ മതി. അതിനായിട്ട് നമ്മളെക്കാൾ പാവപ്പെട്ടവർ ജീവിക്കുന്ന സ്ഥലത്തേക്ക് മക്കളെ കൊണ്ടുപോവുക. പറ്റുമെങ്കിൽ 1-2 ദിവസം അവിടെ താമസിപ്പിച്ച് അവരുടെ ജീവിത രീതികളൊക്കെ കാണിച്ചു കൊടുക്കുക. അനാഥാലയത്തിലേക്ക് കൊണ്ടുപോവുക, അവരുടെ അവസ്ഥകൾ കാണിച്ചു കൊടുക്കുക. അതൊക്കെ കാണുമ്പോൾ കുട്ടികൾ അവർക്ക് ഉള്ളത് അപ്രീഷിയേറ്റ് ചെയ്യാൻ തുടങ്ങും, ഉള്ളതിനെ പറ്റി ചിന്തിക്കാൻ തുടങ്ങും. ഇല്ലെങ്കിൽ അവർക്ക് ഇല്ലാത്തത് മാത്രമായിരിക്കും അവർ ചിന്തിക്കുന്നത്. ഈ ഒരു ട്രെയിനിങ് കൊടുക്കുന്നതിലൂടെ അവർക്കുള്ളതിലേക്ക് നോക്കി ആത്മാർത്ഥമായി അൽഹംദുലില്ലാ എന്ന് പറയാനുള്ള ഒരവസ്ഥയിലേക്ക് ഇൻഷാ അല്ലാഹ് അവരെത്തും. ഇത് കുട്ടികളെ പിയർ പ്രഷറിൽ നിന്നും സ്റ്റാറ്റസ് ബേസ്ഡ് ആയിട്ടുള്ള സ്പെൻഡിങ്ങിൽ നിന്നും ഭാവിയിലെ ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷനിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യും. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ. ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷന്റെ ഓപ്പോസിറ്റ് ആണ് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ. പലരും ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷന്റെ പിറകെ പോകുന്നത് കൊണ്ടാണ് ലോൺ എടുക്കുകയും EMI എടുക്കേണ്ടി വരികയും ഒക്കെ ചെയ്യുന്നത്. നമുക്ക് പെട്ടെന്ന് ഒരു സാധനം കാണുന്നു, ഇഷ്ടപ്പെടുന്നു, അപ്പോൾ തന്നെ നമ്മളത് വാങ്ങുകയും ചെയ്യുന്നു. അത് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷന്റെ ഒരു ലക്ഷണമാണ്. നമുക്ക് ക്ഷമയില്ല, അപ്പോൾ തന്നെ കിട്ടണം. അപ്പോൾ നമ്മൾ കാശില്ലെങ്കിലും EMI എന്ന ഓപ്ഷൻ ഉപയോഗിക്കും, അല്ലെങ്കിൽ ലോൺ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് അത് വാങ്ങാൻ നോക്കുന്നു എന്നുള്ളതാണ്. ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ ഉള്ളവർക്കാണ് ഇൻവെസ്റ്റ്മെന്റിലൊക്കെ സക്സസ്ഫുൾ ആവാൻ പറ്റുള്ളൂ. കാരണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും അതിന്റെ റിസൾട്ട് കിട്ടാനായിട്ട്. അതേപോലെ തന്നെ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ ഇല്ലാത്ത ഒരാൾക്ക് പരലോകത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. കാരണം അതിന് പരലോകത്തിൽ നിന്ന് റിവാർഡ് കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്, ക്ഷമ പാലിക്കേണ്ടതുണ്ട്. അതുകൊണ്ടായിരിക്കാം ക്ഷമിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ എങ്ങനെ കുട്ടികളെ ട്രെയിൻ ചെയ്യിപ്പിക്കാം എന്ന് നോക്കാം. ഇതിനായിട്ട് കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ടാസ്ക് കൊടുക്കുക. അതിനുശേഷം റിവാർഡ് ആയിട്ട് അവർക്ക് 2 ഓപ്ഷൻ കൊടുക്കുക. ഒന്ന്, റിവാർഡ് ഇപ്പോൾ തന്നെ വേണമെങ്കിൽ ഒരു ചോക്ലേറ്റ് കൊടുക്കുക. അതല്ല അവർ ഒരാഴ്ച വെയിറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ 3 ചോക്ലേറ്റ് കൊടുക്കാം എന്ന് പറയാം. ഇതിലേതാണ് അവർ ഓപ്റ്റ് ചെയ്യുന്നത് എന്ന് നോക്കുക. ഇപ്പൊ തന്നെ റിവാർഡ് വേണമെന്നാണെങ്കിൽ അത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും പിന്നീട് ഒരു ടാസ്ക് കൊടുക്കുക. അതിനുശേഷം അവരോട് പറയാ, ഇപ്പൊ റിവാർഡ് വേണമെങ്കിൽ 1 ചോക്ലേറ്റ് തരും, അതല്ല അവര് ഒരാഴ്ചത്തേക്ക് വെയിറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ 5 ചോക്ലേറ്റ് തരും എന്ന് പറയാം. അപ്പോ ഇൻഷാ അല്ലാഹ് അവർ ഒരാഴ്ച വെയിറ്റ് ചെയ്യാൻ തയ്യാറാവും. ഈ രീതിയിൽ ചെറുപ്പത്തിലെ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ അവരെ ട്രെയിൻ ചെയ്യിപ്പിച്ചു കൊണ്ടുവരാൻ പറ്റും. 6ാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് പാരന്റ്സ് ആണ് എക്സാമ്പിൾ എന്നുള്ളതാണ്. പാരന്റ്സ് പറഞ്ഞു കൊടുക്കുന്നതല്ല, മറിച്ച് ചെയ്ത് കാണിക്കുന്നതാണ് അവർ മോഡലാക്കാൻ പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പല പാരന്റ്സും പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ജീവിച്ചത് അല്ലെങ്കിൽ പണം ഉണ്ടാക്കിയത്, ആ ബുദ്ധിമുട്ടൊന്നും അറിയാതെയാണ് മക്കളെ വളർത്തിയത് എന്നൊക്കെ. ആ പാരന്റ്സിന്റെ ബുദ്ധിമുട്ട് അവരറിയുമ്പോഴാണ് അവർക്ക് പാരന്റ്സിനോട് റെസ്പെക്ട് കൂടുള്ളൂ, സ്നേഹം കൂടുള്ളൂ. പാരന്റ്സ് നൽകുന്ന പണത്തിന് കൊടുക്കേണ്ട വാല്യൂ അവർ കൊടുക്കുള്ളൂ. അടുത്ത വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് മക്കൾക്ക് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ട 3 years ജാറിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. That's all for now. This is Salim signing off. Barakah in your wealth, peace in your heart.